വെൽക്കം ബാക്ക് ടു ജാസിയമ്മി കുക്കിംഗ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം അല്ലെങ്കിൽ ഈ ഒരു വെള്ളപ്പം റെഡിയാക്കാനായിട്ട് നമ്മൾ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയത്തിൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത, പാനിലൊന്നും ഒരിക്കലും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പം റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ അരികൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. ഇടിയപ്പത്തിന് പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടി 2 കപ്പാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുത്തതിൻ്റെ പകുതി അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അവലാണ്. നമ്മളിവിടെ 1/2 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. അവല് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കുതിർത്തി വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂണോളം ഈസ്റ്റ് ആണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ചൂടില്ലാത്ത എന്നാൽ തണുത്ത വെള്ളമല്ല യൂസ് ചെയ്യേണ്ടത്, ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അവല് നമ്മൾ ചേർത്ത് കൊടുത്തുകൊണ്ട് ആ അവലൊന്ന് കുതിർന്ന് വരാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ 3 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്ത് നമ്മളൊരു 20 മിനിറ്റ്സ് ഇതൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തിട്ട് ഇതൊന്ന് കട്ടിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇത് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം വരെയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് കുതിർത്താനായിട്ട് മാറ്റി വെക്കേണ്ടത്. അതിനുശേഷം അവലൊക്കെ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് അത് നന്നായിട്ട് ഒന്ന് കുതിർന്ന് വരണം. 20 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി 20 മിനിറ്റ്സിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് അബ്സോർബായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അവലിന് പകരം ചോറാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് വൈറ്റ് റൈസ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റ് റൈസ് ചേർക്കുന്നെങ്കിൽ ഇതുപോലെ കുതിർത്തി വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് അരച്ചെടുത്ത് അതിനുശേഷം മാവ് പൊങ്ങി വരാനായിട്ട് മാത്രം വെയിറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അവല് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുതിർത്തി എടുത്തിട്ട് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അവല് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിനാണ് നമ്മൾ അവല് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് മാവ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരികളില്ലാതെ നമ്മൾ മാവ് അരച്ചെടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അധികം കട്ടിയില്ലാതെ എന്നാൽ അത്ര ലൂസ് അല്ലാത്ത രീതിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. അതിനുള്ളിൽ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 അവേഴ്സിനൊക്കെ ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ടെക്സ്ചറിലായിരിക്കും മാവ് ഇരിക്കുന്നത്. ഇതുപോലെ ഇരുന്നാലാണ് നമുക്ക് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഈസ്റ്റ് ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഇതുപോലെ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി നമുക്ക് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഹോൾസ് വരുന്ന സമയത്ത് നമ്മളൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ കളറൊന്നും ചേഞ്ച് ആവാതെ തന്നെ നല്ല വൈറ്റ് കളറിൽ തന്നെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അരികൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വേണം, അരികൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2 തവി മാവാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മീഡിയം ചൂടിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്താലാണ് ഇതുപോലെ അപ്പത്തിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്കിതൊന്ന് മാവ് ഇങ്ങനെ കറക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ്സിൽ കൂടുതൽ നേരം നമ്മളിത് കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മൾ 2 മിനിറ്റ്സിൽ താഴെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളറിലുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ രണ്ടാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ
നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിൽ പറയാനും മറക്കല്ലേ. ഇതുപോലെ യമ്മി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.